വെൽക്കം ടു സ്വീറ്റ് ആൻഡ് സോൾ. ഇന്ന് ഞാൻ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ശേഷം നന്നായി ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം കവർ ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കുക. അതിനുശേഷം ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാൻ ചൂടായ ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കുവാൻ. ഏകദേശം 4-5 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ പീസസ് തിരിച്ചിട്ട് മറ്റേ വശം കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഒരുപാട് ഡ്രൈ ഫ്രൈ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതേ പാനിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ചൂടാകുമ്പോൾ 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് വഴറ്റിയെടുക്കുക. കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് 3 മീഡിയം ടൊമാറ്റോ അരിഞ്ഞതും 10-12 കാഷ്യൂനട്ടും ചേർത്ത് വീണ്ടും വഴറ്റുക. ടൊമാറ്റോ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഒന്ന് നന്നായി വെന്ത് കിട്ടാനായി 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ടൊമാറ്റോ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയും സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് സെയിം പാനിലേക്ക് തന്നെ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചൊഴിക്കുക. നല്ലൊരു സ്മൂത്ത് ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മിക്സിയുടെ ജാറിൽ അല്പം ചൂടുവെള്ളം ചേർത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനിയും ഇതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ച ചിക്കൻ പീസസും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും 1 ടീസ്പൂൺ ഷുഗർ അല്ലെങ്കിൽ ഹണി മിക്സ് ചെയ്ത ശേഷം കവർ ചെയ്ത് 5 to 8 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഹോട്ടലിൽ നിന്നും വാങ്ങുന്ന ബട്ടർ ചിക്കന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാകാറുണ്ട്. അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രേവിയൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.